വാർത്ത കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു, ഗോവിന്ദചാമി ചാടിപ്പോയെന്ന്. സൗമ്യയുടെ അമ്മ ഭയപ്പെട്ടു. കാരണം ഇയാൾ എന്താ ചെയ്യുന്നത്, വാശിക്ക് വൈരാഗ്യത്തിന് വന്ന് കൊന്നിട്ട് പോകുമോ, അത് ഞാൻ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ അഷ്റഫ് എന്ന് പറഞ്ഞ ആ സബ് ഇൻസ്പെക്ടർ, അത് റിട്ടയർ ചെയ്തു, ആ കേസിൻ്റെ അന്വേഷിച്ച ആൾ, അയാളെയും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. ഒരിക്കലും ഇയാൾ ചാടി വരുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ലല്ലോ. പക്ഷേ ഇയാൾ ചാടി 7 മണിക്കാണേലും വാർത്ത കേരളം മുഴുവൻ നിറഞ്ഞു, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അയാൾക്ക് ആ 7 മണിക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ എത്താനും പറ്റിയില്ല. അവിടെയാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഒരു കാലത്തും ഇയാളെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പറയുന്നത്. കാരണം ഇയാൾ ഇവിടുന്ന് ചാടിയാൽ റെയിൽവേ ട്രാക്ക് വഴി അയാൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെത്തും. അവിടെ നിന്ന് തീർച്ചയായിട്ടും അയാളുടെ ലാവണത്തിലേക്ക് പോകും. അത് ബോംബെയിലാണ്, അവിടെ ബേഗേഴ്സിൻ്റെ സംഘടനയുണ്ട്, ആ സംഘടന ഒരു അംഗമാണ് ഇയാൾ. അപ്പം ബോംബെയിൽ പോയി കഴിഞ്ഞാൽ അണ്ടർവേൾഡിലേക്ക് പോകും, പിന്നെ ഇയാളെ കിട്ടില്ല. ഒരു കാലത്തും പിന്നെ ഇയാളെ കിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. കാരണം ഇയാൾക്ക് ഇവിടെ ലൈഫ് ഇംപ്രസ്മെൻ്റാണ്, മരണം വരെയാണ്, അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല. സൗമ്യയുടെ കൊലപാതകത്തിന് തൂക്കാൻ വിധിച്ച് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് ഇനി പിടികൊടുക്കാതിരിക്കുന്നതാണ് ശിഷ്ടജീവിതത്തിൽ നല്ലത് എന്ന് ഇയാൾ കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയത്.